ഗൈസ്, ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീനായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്. കോസ്റക്സ് പേരൊന്നും ആയി കിട്ടുന്നില്ല, ബട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാനൊരു 3 to 4 years ആയിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് എൻ്റെ സ്കിൻ എനിക്ക് വളരെ 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 ഇഷ്ടമാണ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ റൊട്ടീനായിട്ടാണ്. ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ എപ്പോൾ തൊട്ടാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനത്തെ കുറച്ച് ടിപ്സും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് തരാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും സ്കിൻ കെയറിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പല വ്ളോഗേഴ്സും ഞാൻ പലതും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ അറിയാൻ വേണ്ടി. സോ അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും ചെയ്യണമെന്ന്. ഞാനും ഒരു 1 month ആയിട്ട് ഞാൻ നോക്കിക്കൊണ്ടു പോകുന്ന ഒരു കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സും വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ആൻഡ് എന്താ പറയുക, ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലോട്ട് കൊണ്ടുവരുന്നത് ഫേസ് വാഷസ് ആണ്. അപ്പോൾ ഒരു 8 to ഡിഗ്രി ഫസ്റ്റ് ആൻഡ് ഹാഫ് ഇയർ വരെ എൻ്റെ മനസ്സിൽ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ, എൻ്റെ മനസ്സിലുള്ള ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ഫേസ് വാഷസ് ആണ്. അതല്ലാണ്ട് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈവൻ സൺസ്ക്രീൻ പോലും ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ഇടയ്ക്ക് വെച്ചിട്ടാണ് സൺസ്ക്രീൻ പോലും യൂസ് ചെയ്തത്. സോ ഒരു 8 to +1 വരെ എൻ്റെ ഫേസ് വാഷ് എന്ന് വെച്ചാൽ ലോറിയൽ പാരീസിൻ്റെ ഒരു ഫോമിങ് ഫേസ് വാഷ് ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ. അത് എനിക്ക് തോന്നുന്നു 13+ ഏജസ് അങ്ങനെ എന്തോ അത് ചെയ്തിട്ടുണ്ട്, 18+ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. 18+ ഞാൻ കൊടുത്ത സൈഡിൽ പിക്ചർ കൊടുത്തേക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേസ് വാഷായിരുന്നു. എൻ്റെ അത് സ്റ്റോക്ക് ചെയ്യാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് അത് പതുക്കെ ഒരു +1 ആയിരുന്ന ടൈമിൽ 2020 അങ്ങനെ സമയത്ത് എന്തോ അത് കിട്ടുന്നില്ല. പിന്നെ ആ ഒരു ഫേസ് വാഷ് എൻ്റെ ഈ പരിസരത്ത് കടകളിലൊന്നും ആ ഒരു ഫേസ് വാഷ് കിട്ടുന്നില്ല. അപ്പം തന്നെ ഞാൻ വേറെ ഇതിലോട്ട് സ്വിച്ച് ചെയ്യുമെന്ന് ഓർത്തിരുന്നിട്ട് പിന്നെ ഞാൻ ഒരു ഡേ ഞാൻ ഹിമാലയയുടെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു. ആൻഡ് ദിസ് ഈസ് ദാറ്റ്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേസ് വാഷിൽ ഒന്നാണ് ഇത്. ഞാൻ വേറെ ഫേസ് വാഷ് ഒന്നും അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആകെ യൂസ് ചെയ്തത് ഇതാണ്. പലർക്കും ഹിമാലയയുടെ ഫേസ് വാഷസ് പറ്റുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പിമ്പിൾസ് വരുന്ന കേട്ടിട്ടുണ്ട്. ബട്ട് എൻ്റെ ഫേസിൽ ഇത് യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ഒരു ബാഡ് എഫക്ട്സോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ആൻഡ് ഐ തിങ്ക് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഇപ്പോൾ 4 to 5 years ആയിട്ടുണ്ടാവും ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. സ്വിച്ച് ചെയ്യണം എന്നുണ്ട്, ബട്ട് എന്താ പറയുക, ഒരു വേറെ ഇതിലോട്ട് കിടക്കും എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ സ്വിച്ച് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ എൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹിമാലയയുടെ ക്ലിയർ കംപ്ലക്ഷൻ ബ്രൈറ്റനിങ് ഫേസ് വാഷ് ആണ്. ഇതിൽ നമുക്ക് ലീക്കോറും സാഫ്രോണും ആണ് ഉള്ളത്. ഇത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യും, അത് ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഒരു. പിന്നെ പെട്ടെന്ന് തന്നെ ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റനിങ് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫേസ് വാഷും ക്ലെൻസറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ക്ലെൻസർ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബട്ട് ക്ലെൻസറിന് ഉപയോഗം എന്ന് വെച്ചാൽ ഐ തിങ്ക് ഫേസ് വാഷിന് കുറച്ചുകൂടി ബെറ്റർ ക്ലെൻസർ യൂസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ക്ലെൻസറും ഫേസ് വാഷും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ക്ലെൻസറിനിൽ എന്താ പറയുക, അത്ര നല്ല രീതിയിൽ അഴുക്ക് പോകുമെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ആൻഡ് പതയത്തില്ല. അതാണ് മെയിൻ തിങ്. നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് ആൾക്കാർക്ക് പത വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഡിസ്കംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും അവർക്ക്. പത വന്നില്ലല്ലോ, അപ്പം ഇത് ഒറിജിനൽ അല്ലാന്ന് പലർക്കും തോന്നും. ബട്ട് ആക്ച്വലി ക്ലെൻസർ വാസ് ലൈക്ക് ദാറ്റ്. ക്ലെൻസറിന് ഒരു ഫോമിങ് അതാണ്, പതയത്തില്ല. ആൻഡ് ബട്ട് നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ ഡേർട്ട് കളഞ്ഞിട്ട്, നല്ല രീതിയിൽ ഡേർട്ട് കളയുന്നതല്ല, അത്യാവശ്യം കളഞ്ഞിട്ട് നമ്മുടെ ഫേസ് കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും. അതാണ് ക്ലെൻസറിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. സോ എൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഞാനപ്പോൾ എന്തുകൊണ്ട് ക്ലെൻസർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ, എൻ്റെ ഒരു ഫേസ് വാഷ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം തീർന്നു ഓൾമോസ്റ്റ്. ഈ ഒരു കൺസിസ്റ്റൻസി ആണിത്. നന്നായിട്ട് കാണിച്ചു തന്നെയായിരുന്നു ആക്ച്വലി. ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് പതയത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും പതയാത്തോണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ല,
എനിക്കിതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കൺസിസ്റ്റൻസി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇതും വലിയ രീതിയിൽ പതഞ്ഞൊന്നും വരത്തില്ല. നമുക്കിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ആവും നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു യൂസ് ഉണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ ക്ലെൻസറും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ. ഇത് ഫേസ് വാഷ്, ബാക്കിയുള്ള ഫേസ് വാഷ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ ഡേർട്ടും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹൈഡ്രേഷനുള്ള കുറച്ച് അതും വാഷ് ഔട്ടായി പോകും നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്കും. സോ അതാണ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് ഓർ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ഇതൊക്കെ ഞാനൊരു 1 month ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് ഇതുവരെ എന്താ പറയുക, സ്കിൻ കെയർ തുടങ്ങണം എന്നോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റ് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും, അങ്ങനെയാണ്. അപ്പോൾ നെക്സ്റ്റ് ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്ന. ടോണർ വലിയ പൈസ കൊടുത്ത് വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ പെട്ടെന്നൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു ടോണറാണ് റോസ് വാട്ടർ. ആൻഡ് ഇറ്റ്സ് എ ബെസ്റ്റ് ടോണർ. ആൻഡ് അതൊരു ബെസ്റ്റ് ടോണറാണ്, പെട്ടെന്ന് കടകൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബഞ്ചാരസിൻ്റെ റോസ് വാട്ടറാണ് ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇപ്പം ഇന്ന് എണീറ്റ പണിയുണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞാൻ യൂസ് ചെയ്തു കുറച്ച് ഒരു 3 to 4 ഡ്രോപ്സ് എടുത്തിട്ട് കയ്യിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഈ ഒരു ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ. ആൻഡ് ഇറ്റ് ഫീൽ സോ ഹൈഡ്രേറ്റിംഗ്. ടോണറിൽ ഉപയോഗം തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ ടോണറിൻ്റെ കാര്യം പറയാനുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് സെറമാണല്ലോ. സെറം യൂസ് ചെയ്യുന്നത് ഞാൻ ഈ ഇടക്ക് എല്ലാവരുടെയും റിവ്യൂസ് നോക്കി കഷ്ടപ്പെട്ടെടുത്തൊരു സാധനമുണ്ട്. എന്താ പറയുക, എനിക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ല, എന്നാൽ പോലും ഒരു സ്കിൻ കെയർ ജേർണി തുടങ്ങി നോക്കാമെന്ന് ഓർപ്പിച്ച് ഞാൻ വാങ്ങിച്ചതാണ് മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ സി സെറം. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 1 month ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെ ഒരു ബാഡ് എഫക്ട്സ് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്ലോ തോന്നുന്നുണ്ട് മുഖത്ത്. അപ്പോൾ അത് യൂസ് ചെയ്യാം നമുക്ക്. ഞാൻ വളരെ സൂക്ഷ്മമായിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത്. സോ ഓക്കെ, വളരെ കുറച്ചെടുത്ത് തേച്ചാൽ മതി, അധികം ഒന്നും എടുത്ത് തേക്കണ്ട. ആൻഡ് പൊതുവേ ഞാനിത് മോർണിംഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് നൈറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മോർണിംഗ് യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ മാക്സിമം ഇത് നൈറ്റാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഇതാണ് എൻ്റെ വിറ്റമിൻ സി സെറം. ഇത് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് തരാനൊക്കെ നമ്മുടെ ഈ വിറ്റമിൻ സി സെറം ഹെൽപ്പ് ചെയ്യും. സോ ഇതൊരു എൻ്റെ 1 month കഴിഞ്ഞുള്ള ഒരു എന്താ പറയുക റിവ്യൂ ആണ്. ഇറ്റ്സ് എ ബെസ്റ്റ് വൺ ഐ തിങ്ക്. ഞാൻ വേറെ വിറ്റമിൻ സി സെറം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല ബാക്കിയുള്ളതിനെ കുറിച്ച്. സോ ഇപ്പോൾ വിറ്റമിൻ സി സെറമാണ് മിനിമലിസ്റ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെറം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ആക്ച്വലി ഞാൻ ഇത് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് നമ്മുടെ കലീൽ സ്റ്റേഡിയത്തിൽ ഓണത്തിൻ്റെ വനിതാ ഫെസ്റ്റിൽ എന്തോ സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫ്രീ കിട്ടിയതാണ് ഒരു സാഷ പാക്കറ്റ് ആയിരുന്നു നമ്മുടെ പോൺസിൻ്റെ. ഈ ഒരു സെയിം ഐറ്റം തന്നെ അതിൻ്റെ ഒരു സാഷ പാക്കറ്റ് 2 എണ്ണം കിട്ടിയായിരുന്നു, 4 എണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് മോയ്സ്ചറൈസർ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അതായത് ഈ 1 month മുമ്പ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കായിട്ടാണ് ഞാനത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോൾ ആദ്യമായിട്ടൊരു മോയ്സ്ചറൈസർ ഇട്ടപ്പോഴത്തേക്കും അതങ്ങനെ ഇട്ടത് അപ്പോൾ ഐ ഫീൽ ലൈക്ക് നല്ല നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫീലായിരുന്നു ആ ഒരു മോയ്സ്ചറൈസർ ഇട്ടപ്പോഴത്തേക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരെണ്ണം വാങ്ങണമല്ലോ എന്നോർത്ത്. ദെൻ ഞാൻ വിചാരിച്ചു ആ 4 പാക്കറ്റ്സും തീർന്നിട്ട് നമുക്ക് അടുത്തത് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ 4 പാക്കറ്റ് ആണ് തീർന്നപ്പോഴത്തേക്കും അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ പോൺസിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഈ പോൺസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് മെയിൻ താരം, എന്താണ് നമ്മുടെ സൺസ്ക്രീൻ ഉപയോഗിക്കാനാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഈ ഒരു 1 month ആയിട്ടാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു 1.5 വർഷം മുമ്പുള്ളൊരു കഥയുണ്ട്. ഞാൻ സൺസ്ക്രീൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അബുദാബിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും പുള്ളി എന്ത് വേണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറയും സൺസ്ക്രീൻ കൊണ്ടുപോയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചു തന്ന എനിക്കൊരു സൺസ്ക്രീമാണ്. ആരും കണ്ട വിശ്വാസമില്ല, കാരണം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിന് സൺസ്ക്രീൻ ഉണ്ടോ എന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. അതാണ് സംഭവം. സോ ഇതാണ് വാസ്ലിൻ്റെ സൺസ്ക്രീമാണിത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് സൺസ്ക്രീമാണ്. പലരും എന്താ പറയുക ഇതിനധികം റിവ്യൂസും ചെയ്തിട്ടില്ല, ബട്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓൾമോസ്റ്റ് തീർന്ന് ഇതിൻ്റെ പരിപ്പിളക്കി ഞാൻ വെച്ചേക്കുവാണ്. ആൻഡ് എന്താ പറയുക, വളരെ നൈസ്, എന്താ പറയുക, അടിപൊളി സൺസ്ക്രീമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ജനുവൻലി ഞാൻ ഇത് ഒരു പ്രൊഡക്റ്റ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ സ്കിന്നിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഫൗണ്ടേഷൻസോ അങ്ങനത്തെ ബേബി ക്രീംസോ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കിത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് ഇട്ടാൽ ഒരു പെട്ടെന്നൊരു ഗ്ലോ കിട്ടും ആൻഡ് ഒരു മാറ്റ് ഫിനിഷ് ലുക്കായിരിക്കും ഈ ഒരു സൺസ്ക്രീൻ ഇട്ടാൽ. അത് തീർന്നു പോയി. അങ്ങനെ ഞാൻ കാണിച്ചതിൽ കുറച്ച് എനിക്ക് ജെന്യുവൻലി റിപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ് വാസ്ലിൻ്റെ ഈ ഒരു സൺസ്ക്രീം. ആൻഡ് ദിസ് ഹാവ് SPF PA+++ 15+ ആണ് ഈ ഒരു സൺസ്ക്രീം. ബട്ട് കറൻ്റ്ലി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി അത് വാങ്ങാൻ വേണ്ടി കുറച്ച് എന്താ പറയുക, ഫിനാൻഷ്യലി ഐ എം നോട്ട് സ്റ്റേബിൾ. ഞാൻ വേറെ പണിക്കൊന്നും പോകില്ല. അതുകൊണ്ട് എന്താ പറയുക, ഈ ഒരു സൺസ്ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഡോക്ടർ ഷെത്തിൻ്റെ. ഇതും നാച്ചുറൽ നല്ലതാണ്, ബട്ട് ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻസ് ഞാനങ്ങനെ യൂസ് ചെയ്യാറ്. എനിക്കെന്ന് വെച്ചാൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖം കുറച്ച് ഡള്ളാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻസ് അങ്ങനെ യൂസ് ചെയ്തത്. സൺസ്ക്രീൻ മസ്റ്റാണ്. എൻ്റെ പൊട്ടത്തരം കേട്ടാലും യൂസ് ചെയ്യാണ്ടിരിക്കരുത്. സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ് തിങ്, എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാനിങ്ങനെയാണ് സൺസ്ക്രീൻ ചെയ്യുന്നത്. പലരും മറ്റേ 2 വിരലെടുത്തിട്ടൊക്കെയായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഐ ആം യൂസ് ലൈക്ക് ദിസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കഴുത്തിലൊന്ന് ചെയ്ത് കൊടുക്കുക. കഴുത്തിന് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കഴുത്തിന് ഫീൽ ചെയ്യണം നമ്മൾ. ഓക്കെ, സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയറിൻ്റെ ഫുൾ ടോട്ടലി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ എന്താ പറയുക, വേറൊരു പ്രൊഡക്റ്റും കൂടി കാണിച്ചു തരാനുണ്ട് ആക്ച്വലി. അയ്യോ, ഈ ലിപ് ബാം ഉണ്ട്. ലിപ് ബാം ഞാൻ കാണിച്ചത്, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഐ തിങ്ക് ഒരു 7 months ആയിട്ടുണ്ടാവും. ഇതൊരു ഫോക്സ് സ്റ്റൈലിലെ ചെറിയായിരുന്നു, എല്ലാം മാഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ ജേണി എന്ന് പറയാനുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വേറെ പ്രൊഡക്റ്റ് കാട്ടാനുണ്ട്. ഇതാണ് ഇതെന്താണിത്, കോസ്റക്സ്, പേര് തന്നെ വായി കിട്ടുന്നില്ല, ബട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്.
കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഞാനത് നോക്കി ഇതിപ്പോൾ ഇത്ര ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ സെറം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം യൂസ് ചെയ്തില്ല, കാരണം ഞാനിപ്പോൾ ഈ ഒരു 1 വീക്കായിട്ട് എനിക്ക് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഇത് സാധനം അടിപൊളിയാണ്. കോസ്റെക്സിൻ്റെ അങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു, കോസ്റെക്സ്. അപ്പോൾ അത് ബട്ട് സാധനം അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ പലതും എന്താ പറയുക, ഇതിൻ്റെ സൈറ്റിൽ കയറി വാങ്ങുന്നതായിരിക്കും കുറച്ചും ബെറ്റർ. ബട്ട് ഇതിൻ്റെ സൈറ്റിൽ എന്താ പറയുക വെച്ചാൽ ആ ഒരു കറക്റ്റ് റേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓഫേഴ്സ് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ട് ഓർ ആമസോൺ. എനിക്ക് ഒറിജിനൽ പ്രൊഡക്റ്റാണ് കിട്ടിയത്, അതുകൊണ്ട് കാരണം വെച്ചാൽ റിസൾട്ട് കിട്ടിയോണ്ടാണ് ഒറിജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒറിജിനൽ പ്രൊഡക്റ്റ് വാങ്ങാൻ ശ്രമിക്കുക. ഇറ്റ്സ് ബെസ്റ്റ് വൺ. ഹൈഡ്രേറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മുടെ ഫേസ് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാം, എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇതാണ്. അപ്പം എൻ്റെ പ്രൊഡക്ട്സ് ഇതൊക്കെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അല്ല, ട്രൈ ചെയ്യാനല്ല, ഞാനെൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിലോട്ട് സ്വിച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാം. ആൻഡ് എൻ്റെ സ്കിൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ സ്കിൻ അങ്ങനെ പ്രത്യേകിച്ച് വിസിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക പിമ്പിൾസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ സ്കിന്നിൽ. അത് ദൈവസഹായം. ഓക്കെ, ആൻഡ് താങ്ക്സ് ടു ബി ഗോഡ്. ആൻഡ് എന്താ പറയുക വെച്ചാൽ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരും എപ്പോഴാന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ക്രീംസ് യൂസ് ചെയ്താലും അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്താൽ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് പിമ്പിൾസ് വരും. ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന ടൈമിൽ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു, ഭരതനാട്യം, കുച്ചിപ്പുടി അങ്ങനത്തെ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നല്ല ഡാൻസ് കളിക്കുന്നതുകൊണ്ട് തന്നെ ഫേസിൽ നല്ല രീതിയിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യണം. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ഭരതനാട്യമൊക്കെ കളിക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ കൂടുതൽ നമ്മുടെ ഫേസിൽ മേക്കപ്പ് മാർക്ക് തരുന്ന ടീംസ് ഉണ്ടായിരുന്നു, ജഡ്ജസ് ഉണ്ടായിരുന്നു. സോ നല്ല രീതിയിൽ എന്താ പറയുക മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എൻ്റെ മുഖത്ത് പിമ്പിൾസ് വരുമായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഒരു ഹൈസ്കൂൾ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഡാൻസ് നമ്മൾ അവിടെ വെച്ച് നിർത്തിയെന്ന് വെച്ചാൽ പിന്നെ നമ്മളത് മത്സരമായിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു നിർത്തിയോണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് തന്നെ ഒരു ഫൗണ്ടേഷൻ ക്രീംസ് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ അപ്ലൈ ചെയ്യിപ്പിക്കില്ല, എനിക്കിഷ്ടമല്ല. ആൻഡ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ മുഖത്ത് പിമ്പിൾസൊന്നും വരാറ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയും അവിടെ ഇവിടെയൊക്കെ ഇടാതെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആയിരിക്കും. അപ്പം അങ്ങനെ പിമ്പിൾസ് വരാണ്ട് എൻ്റെ മുഖത്ത് അങ്ങനെ പിമ്പിൾസൊന്നും വരാറില്ല. സോ ദൈവസഹായം, ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ദാറ്റ്. ആൻഡ് എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണി എന്ന് പറയുകയാണെങ്കിൽ. ഇതൊക്കെയാണ്. ഇത് ഞാനൊരു 3 to 4 years ആയിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം ഈ ഇടയ്ക്ക് തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് പ്രൊഡക്ട്സാണ്. സോ ഇങ്ങനെ പല റിവ്യൂസും പല ആൾക്കാർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ച് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് എൻ്റെ സ്കിൻ എനിക്ക് വളരെ 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 ഇഷ്ടമാണ്. നിങ്ങൾ മെയിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അയ്യോ എൻ്റെ സ്കിൻ ഡള്ളാണ്, എൻ്റെ സ്കിൻ എന്താ പറയുക ടാൻ അടിച്ച് ഫുൾ പോയിരിക്കുവാണ്, അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. യു ഹാവ് ടു ടേക്ക് കെയർ. ആൻഡ് ഓൾസോ നമ്മൾ പുറമേ കൊടുക്കുന്നത് മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ഞാനിപ്പോൾ ഇത് കാട്ടാൻ വെച്ചതാണ്, തൊണ്ട ഇടർന്ന് കുടിച്ചതാണ്. എന്നിട്ട് വെള്ളം കുടിക്കുക, മസ്റ്റായിട്ടൊരു പേരുടെ 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. ഞാൻ കുടിക്കാറില്ല, ഞാൻ പറയാൻ നല്ലോണം കുടിക്കാറില്ല, ബട്ട് കുടിക്കണം. മൊത്തത്തിൽ എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.